ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ വനിതാ ശാക്തീകരണം, സാമ്പത്തിക പങ്കാളിത്തം, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിപുലമായ ചർച്ചകൾ നടക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ യോഗം അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും വനിതാ ശാക്തീകരണ രംഗത്ത് പുതിയ സംയുക്ത സംരംഭങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും വിലയിരുത്തൽ. ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പെരുമുള്ള മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പ്രതിനിധികളെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഭൂമിശാസ്ത്രപരമായ അകലം നമ്മെ ശാരീരികമായി അകറ്റി നിർത്തുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകുന്നതിനുള്ള നമ്മുടെ പങ്കിട്ട പ്രതിബദ്ധത നമ്മെ പരസ്പരം അടുപ്പിച്ചു നിർത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വേദിയൊരുക്കുമെന്നും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, മാറ്റത്തിന്റെ ചാലകശക്തികളായി സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ 4 മുൻഗണനാ മേഖലകൾ അടിസ്ഥാനമാക്കിയാണ് വനിതാ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അനിൽ മാലിക് പറഞ്ഞു. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇത് പങ്കാളികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ കൈമാറാനും പങ്കിട്ട ധാരണകൾ മെച്ചപ്പെടുത്തുവാനും യോഗത്തിന്റെ അന്തിമ ഫലങ്ങളിൽ സമവായം രൂപപ്പെടുത്താനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയുടെ മുഖ്യ പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷം ജൂലൈ 8, 9 തീയതികളിൽ 2 ദിവസത്തെ വനിതാ മന്ത്രിതല യോഗവും നടക്കും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. The Salt Fashion near Srinarayana Hall, Chullikal.